വിചാരിക്കുന്നത് പോലെ അമേരിക്ക ആയുധം ഇസ്രായേലിന് കൊടുക്കുന്നുണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? ഇന്ത്യ ആയുധം കൊടുക്കുന്നുണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? ഇന്ത്യയും അമേരിക്കയും ലണ്ടനും ഒക്കെ ഇസ്രായേലിനോട് ആയുധം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലും രാജ്യങ്ങളുമായിട്ടുള്ള കരാറാണ്. ഈ ആയുധം ഉണ്ടാക്കുന്നത് ഇസ്രായേലാണ്. ഇന്ത്യക്കകത്ത് ആയുധം നിർമ്മിക്കുന്നത് ഇസ്രായേലാണ്. അമേരിക്കയ്ക്ക് ആയുധം നിർമ്മിച്ചു കൊടുക്കുന്നത് ഇസ്രായേലാണ്. പക്ഷെ അത് രഹസ്യ കരാറാണ്. ആയുധം ഇസ്രായേൽ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ 20% 20% ഇസ്രായേലിന് നിർബന്ധിതമായും ആയുധങ്ങൾ കൊടുത്തിരിക്കണം. ഇതൊരു കരാറിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും. പക്ഷെ നാട്ടിലുള്ള വാർത്താ മാധ്യമങ്ങൾക്ക് വിവരം കെട്ടവന്മാർക്ക് ഇതിന്റെ സത്യാവസ്ഥയും നിജസ്ഥിതിയും അറിയാത്തത് കൊണ്ട് അങ്ങ് മറക്കി അമേരിക്ക ആയുധം കൊടുക്കുന്നു, ഇന്ത്യ ആയുധം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെല്ലാം ഇസ്രായേലിലെ ടെക്നോളജിയാണ്. മനസ്സിലായോ? അതെല്ലാം ഇസ്രായേലിന്റെ ടെക്നോളജിയാണ്. ഇസ്രായേലിന്റെ ടെക്നോളജിയെ അവിടെ വികസിപ്പിച്ചെടുക്കുന്നത് കൊണ്ടാണ് ആയുധം അവർ കൊടുക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഈ കരാർ ലംഘിക്കുന്ന നാളുകൾ വരാൻ പോകുകയാ. അമേരിക്ക തന്റെ കരാറുകൾ ലംഘിക്കും. ഈ ആയുധങ്ങൾ 20% കൊടുക്കണമെന്ന് പറയുന്ന ആയുധങ്ങൾ കൊടുക്കാതെ വരുന്ന നാളുകൾ വരും. ഇസ്രായേലിന് ആയുധങ്ങളുടെ ഷോർട്ടേജ് വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ വീണ്ടും ഒന്നിക്കും. മുറിവ് പുറത്തുപോയ മൃഗം അവൻ എണ്ണീറ്റു വരുന്ന നാളുകൾ വരാൻ പോകുകയാണ്. ആ സമയത്താണ് ഒലിവ് മലയിൽ മഷിക കാലി ചവിട്ടാൻ പോകുന്നത്. ഇസ്രായേലിന്റെ പതനം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ ആയുധങ്ങൾ ക്ഷയിക്കുന്ന സമയത്ത് 1967 എന്താണോ സംഭവിച്ചത്, 1967 അറബ് രാജ്യങ്ങൾ കൂട്ടമായിരുന്നു കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ആയുധങ്ങളില്ലാത്ത ഇസ്രായേൽ അമേരിക്കയോട് ആയുധം ആവശ്യപ്പെട്ടു, ലണ്ടനോട് ആയുധം ആവശ്യപ്പെട്ടു. ലണ്ടനോട് ആയുധങ്ങളായി ആവശ്യപ്പെട്ടു, യൂറോപ്യൻ രാജ്യങ്ങളോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടു. ഓർത്തനും കൊടുത്തില്ല. അവസാനം ഇസ്രായേലിലെ ഗോൾഡ മേയർ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി അമേരിക്കയിലുള്ള യഹൂദന്മാരിൽ നിന്നും $5 മില്യൺ 1967 $5 മില്യൺ ശേഖരിച്ചിട്ട് ഇല്ലീഗലായിട്ട് ആയുധങ്ങൾ കൊണ്ടുവന്നാണ് ഇസ്രായേൽ യുദ്ധം നടത്തിയത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ യുദ്ധം നടത്തുന്ന സമയത്ത് ഇവിടെ പട്ടാളം കുറവാണ്, ആയുധം കുറവാണ്, ടാങ്കറുകൾ കുറവാണ്, വിമാനം കുറവാണ്, എല്ലാം കുറവാണ്. അപ്പോൾ ഒന്നടങ്കം റേഡിയോകളിൽ സംപ്രേഷണം ചെയ്തു, ഇസ്രായേലിന്റെ പരിപാലകനായിരിക്കുന്ന അദോനായ് എന്ന് പറയുന്ന നിങ്ങളുടെ ദൈവത്തോട് ചെന്ന് സിനഗോഗുകളിൽ ചെന്ന് നിലവിളിക്കുവിൻ എന്നുള്ള ശബ്ദം കേട്ടിട്ട് എല്ലാവരും സിനഗോഗുകളിൽ ചെന്ന് അവരുടെ ദൈവത്തോട് കരയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനാകുന്നു നിന്റെ പരിചയം എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന അദോനായ് എന്ന് പറയുന്ന ദൈവമാണ് 1967 യെരുശലേമിനെ ഇസ്രായേലിന് മടക്കിക്കൊടുത്തത്. സക്രിയ പ്രവചനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയാണത്. സക്രിയ പ്രവചനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തി. എന്റെ ജനത്തിൽ ശേഷിപ്പുള്ളവരെ ഞാൻ യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവർക്ക് വാഗ്ദത്തം ചെയ്ത യെരുശലേമിനെ ഞാൻ അവർക്ക് മടക്കിക്കൊടുക്കും. അവർ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അവർ കൈവയ്ക്കുന്നതെല്ലാം മുള്ളും പറക്കാരെയും ഇനി അതിലുണ്ടാകത്തില്ല. അതിനകത്തിന് മുതൽ എന്ത് ചെയ്യും? മുന്തിരി വിള തരും, അത്തിവൃക്ഷങ്ങൾ ഫലം തരും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചന നിവൃത്തിയാണെന്ന് നടന്നത്. പ്രിയ സഹോദരങ്ങളെ, അല്ലാതെ നിങ്ങൾ കാണുന്നത് പോലെ യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന അദോനായ് എന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം ഇസ്രായേലിന്റെ വചനത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഇവിടെ നടക്കുന്ന ഒരു യുദ്ധമല്ല. ഇത് ദൈവവചനത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഇത് സംഭവിക്കേണ്ടതാകുന്നു, ഇനിയും സംഭവിക്കും. മുറിവ് പുറത്തുപോയ മൃഗം എഴുന്നേറ്റ് വന്നിട്ട് അവന്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവൻ നോക്കുന്ന സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ ഒറ്റിക്കൊടുക്കുന്ന നാളുകൾ വരാൻ പോകുകയാണ്. ആ സമയത്ത് ഇസ്രായേൽ വീണ്ടും തങ്ങളുടെ സർവശക്തനായ അദോനായ് എന്ന് പറയുന്ന യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന ആ സർവശക്തന്റെ മുമ്പാകെ നിന്ന് അവർ മുറയിടുന്ന നാളുകൾ വീണ്ടും വരാൻ പോകുകയാണ്. ആ നാളുകളിലേക്കാണ് കർത്താവ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ ഒരിക്കലും തോറ്റുപോകില്ല. അവരുടെ വിജയം മഷികയുടെ വിജയത്തോടും വരവിനോടും കൂടെയായിരിക്കും. അവർ ഇന്നും കാത്തിരിക്കുന്ന അവരുടെ മഷിയാഹ് യെശുവ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കർത്താവ് ഈ ഭൂമിയിൽ ജനനമെടുത്തു. അവരുടെ മഷിയാഹ് വന്നു എന്നവർ അറിഞ്ഞില്ല.
അവരറിയാതെ പോയി എന്നുള്ളൊരു കുറ്റം മാത്രമേ അവരെ കുറിച്ചുള്ളൂ. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ. പരിജ്ഞാനമില്ലാതെ പോയെന്നേ ഉള്ളൂ. പരിജ്ഞാനമില്ലാതെ പോയതൊരു കുറ്റമല്ല. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണവര്. എന്ത് പരിജ്ഞാനമാണില്ലാതെ പോയത്? അവർ കാത്തിരുന്ന, അവർക്ക് വേണ്ടി വന്ന, അവിടെ സർവശക്തനായ അവർ കാത്തിരുന്ന് അവർക്ക് വേണ്ടി വന്ന് അവർക്ക് വേണ്ടി വന്ന, അവർക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച അവരുടെ മഷികായെ അവൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു പരിജ്ഞാനക്കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ അധോനായ് എന്ന് പറയുന്ന അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ എരിവാണ്. ഇന്ന് റോഷ് ഹശനയാണ്. 3 ദിവസമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് അടുപ്പിച്ച് ഈ ഹഗ് നടക്കുകയാണ്. ഈ 3 ദിവസം അടുപ്പിച്ചും ഇസ്രായേൽ മക്കൾ എരിവോടുകൂടി അതിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള എരിവാണ്. അവരുടെ ദൈവത്തെ അവർ ഭയത്തോടുകൂടിയാണ് കാണുന്നത്. മനസ്സിലായോ? അവർ ക്രിസ്ത്യാനികൾ മുഴുവനും ദൈവത്തെ വിളിക്കുമ്പോൾ അവനെന്നും ഇവനെന്നും വിളിക്കും. പാർത്തിയാക്രീസിനെയും പൂത്തിയാക്രീസിനെയും എന്ന് പറയുന്ന തിരുമേനിമാരെ വിളിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ തിരുമേനി, തമ്പുരാൻ, പരിശുദ്ധ ബാബ, മറ്റേ ഓണാക്കത്തില് കോലിനിടയിൽ വെച്ച് വിളിക്കണ്ട വിളി പരിശുദ്ധ ബാബ. ആ ചെറ്റിന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ സെപ്റ്റിക് ടാങ്കിനകത്ത് മുക്കിയിട്ട് അവനെ ആ കഴിവേറിയ ഞാൻ സെപ്റ്റിക് ടാങ്കിൽ മുക്കിയെടുക്കും. പന്നലിനെ പരിശുദ്ധ ബാവ, അവനുണ്ടാക്കിയ ബാവ ചേറ്റ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഊളകൾക്ക് ദൈവത്തെ പേടിയില്ല, ദൈവത്തെ ഭയമില്ല. പിന്നെയോ അവൻ പരിശുദ്ധ ബാവയെയും അവൻ പുരോഹിതനെയും കാലിനിടയിൽ കിടക്കുന്ന പാച്ചറിനെയും പേടിച്ച് നടുങ്ങും. അവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിപ്പിക്കൽ കേട്ടാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഭക്തി മുളയ്ക്കുന്നത്. അവൻ എന്ത് ഊളത്തരം പഠിപ്പിച്ചാലും അതിന്റെ പുറകെ കുഞ്ഞാടിനെ പോലെ ചാടി മുട്ടാടുകളെ പോലെ പുറകെ നടന്ന് ആമേൻ പറയുന്ന മരക്കഴുതകൾ, ശിഖണ്ഡികൾ. ദൈവത്തെ ഭയമില്ല. ദൈവത്തെ വിളിക്കുന്ന വിളി നീ എന്നും അവനെന്നും ഒക്കെ വിളിച്ചിട്ട് അവൻ ബാബയെയും പുരോഹിതനെയും പാസ്റ്ററിനെയും വിളിക്കുമ്പോൾ മാത്രം അദ്ദേഹം നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹം ഒരു അഭിഷക്തനാണ്, അദ്ദേഹം നമുക്ക് വേണ്ടി പ്രസംഗിക്കാൻ വന്നിരിക്കുകയാണ്. 150 അദ്ദേഹം വിട്ട് തള്ളിമുറയ്ക്കും. നാക്കെടുത്ത് വെച്ച് പിഴുതെടുത്ത് വെട്ടിയെടുത്തേക്കണം ചെറ്റകളെ. ഏലിയ പ്രവാചകൻ, ബാലിന്റെ പ്രവാചകന്മാരുടെ കഴുത്തറത്ത പോലെ ഈ ചെറ്റകളെ പച്ച മടൽ വെട്ടി അടിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദൈവത്തെ പേടിയില്ലാത്തവന്മാർ. ഇസ്രായേൽ മക്കളെ നോക്കി പഠിക്ക് ജനമേ, ഇസ്രായേലിനെ നോക്കി പഠിക്ക്. അവരുടെ ദൈവത്തിന്റെ പേര് എടുക്കാൻ ഭയപ്പെടുകയാണ്. അദോനായ് എന്ന് പറയുമ്പോൾ പോലും പ്രാർത്ഥിക്കാൻ മാത്രമേ ആ നാമം അവരെടുത്ത് ഉപയോഗിക്കത്തുള്ളൂ. അവർ ദൈവത്തിന്റെ നാമം യൂത്ഹേ വൗഹേ എന്നാകുന്നു. ആ നാമം പോലും പറയാൻ അവർക്ക് പേടിയാണ്. അവർ അവനെന്നും ഇവനെന്നും ഒന്നും അവർ വിളിക്കാറില്ല അവരുടെ ദൈവത്തെ. അത്രത്തോളം ഭയത്തോട് ദൈവസന്നിധിയിൽ പോയി ചെല്ലുന്ന ഒരു ജനമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ദൈവം സ്വന്തം മക്കളല്ലേ അങ്ങനെ കാണിക്കൂ. വഴി കിടന്നവന്മാരും കൂറുകെട്ടവന്മാരെയും പിടിച്ച് സ്വന്തം മക്കളാകാനായിട്ട് ദൈവം എടുത്താൽ ഇങ്ങനെ ഇരിക്കും.